കോഴിക്കോട് കിനാലൂർ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ഖജനാവിന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകൻ നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ നടപടി. ഭൂമി ഇടപാട് നടത്തിയ കൊച്ചിൻ മലബാർ കമ്പനിയും PK അൻവറും 15 ദിവസത്തിനകം രജിസ്റ്റർ ഓഫീസിൽ ഹാജരായി പണം തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. കിനാലൂർ എസ്റ്റേറ്റ് ഭൂമി തൊഴിലാളികൾക്കായി മുറിച്ചു വിൽക്കുന്നതിനായി നടത്തിയ രജിസ്ട്രേഷനിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ സർക്കാരിനുണ്ടായ നഷ്ടം 19.24 കോടി രൂപ തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ പ്രവർത്തകൻ KN ബാലകൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് ജില്ലാ കളക്ടർ നടപടി തുടങ്ങിയത്. ഭൂമി ഇടപാട് നടത്തിയ കൊച്ചിൻ മലബാർ കമ്പനിക്കും PK അൻവറിനുമാണ് ജില്ലാ കളക്ടർ നോട്ടീസ് അയച്ചത്. 20 കോടി രൂപ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ചായിരുന്നു നോട്ടീസ്. നിലവിൽ പൊതുതാൽപര്യ ഹർജിയിൽ പേര് ചേർത്തവർക്കാണ് കളക്ടർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുക്തിയാർ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒരു വ്യാജമായൊരു മുക്തിയാർ കേവലം 300 രൂപ മുദ്രപത്രത്തിലുണ്ടാക്കി 2500 ഏക്കർ തോട്ടം താമരശ്ശേരി സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്തു. ഈ നിയമവിരുദ്ധ മുക്തിയാർ ഉപയോഗിച്ച് ഏകദേശം 750 കോടിയിൽ പരം രൂപയ്ക്ക് ഈ ജോസ് കൈനേഡിയും മറ്റുള്ള ആളുകളും എസ്റ്റേറ്റ് തുണ്ടൽവൽക്കരിച്ച് ഈ മുക്തിയാറിന്റെ ബലത്തിൽ രജിസ്റ്റർ ചെയ്ത് നൽകി. ഇതുമൂലം സർക്കാർ ഖജനാവിന് ഏകദേശം 200 കോടി രൂപയുടെ നഷ്ടം വന്നു. സ്റ്റാമ്പ് ഇനത്തിൽ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. അങ്ങനെ സർക്കാർ ഈ നിയമവിരുദ്ധ മുക്തിയാർ കണ്ടുകെട്ടാൻ ഉത്തരവായി. കോഴിക്കോട് ജില്ലാ കളക്ടർ നടപടി ആരംഭിച്ചു. കിനാലൂർ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ വിവരാവകാശ പ്രവർത്തകൻ ബാലകൃഷ്ണൻ താമസിച്ചിരുന്ന വീട് കത്തിച്ച സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ജീവന് പോലും ഭീഷണിയുണ്ടെന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. ഭീഷണിയും അതിക്രമവും തുടരുമ്പോഴും പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ബാലകൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്.